ഹായ് ഓൾ ഓഫ് യു. ഇന്ന് ഈ കെമിസ്ട്രി സെഷനിലൂടെ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഹെൽപ്ഫുൾ ആകും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ആ ചാപ്റ്ററിന്റെ പ്രത്യേകത നമുക്കറിയാം. കെമിക്കൽ റിയാക്ഷനിലുള്ള കൈനറ്റിക്സ് അല്ലെങ്കിൽ റേറ്റ്, അവന്റെ സ്പീഡ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടുന്ന് കൂടുതലും പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ രണ്ടാമത് നമുക്ക് ഇതിന്റെ റേറ്റ് ലോ ആയിട്ടും ഓർഡർ ആയിട്ടും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ഹാഫ് ലൈഫ് പീരീഡ്, ഫൈനലി അവർ അരീനിയസ് ഇക്വേഷൻ, ഇങ്ങനെയുള്ളൊരു 3, 4 അല്ലെങ്കിൽ 4, 5 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ബോർഡ് എക്സാമിലുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു കളക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ഈ കെമിക്കൽ കൈനറ്റിക്സ്. അപ്പോൾ റിയലി നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. The rate constant of a reaction at a temperature 200 Kelvin is 10 times less than that of rate constant at 400 Kelvin. The activation energy for the reaction ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും രണ്ട് ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് നമുക്കുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഡിഫറൻറ്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അവരുടെ റേറ്റ് കോൺസ്റ്റന്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഞാൻ തന്നിരിക്കുന്ന ആ ഡാറ്റ, നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഡാറ്റ ഞാൻ അങ്ങോട്ടേക്ക് എഴുതുന്നു. അതായത് നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് ടെമ്പറേച്ചറാണ്, 200 കെൽവിനും 400 കെൽവിനും. ഞാൻ 200 കെൽവിൻ ഞാൻ T1 ആയിട്ട് എടുക്കുന്നു, കൂടിയ ടെമ്പറേച്ചർ T2 ആയിട്ട് എടുക്കുന്നു, 400 കെൽവിന്. 200 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് നമ്മുടെ 400 കെൽവിനുള്ള റേറ്റ് കോൺസ്റ്റന്റിനേക്കാളും 10 ടൈംസ് ഹെവിയറാണ്. ഇത് ഞാൻ നേരെ റിവേഴ്സ് ആക്കുന്നു. അതായത് 400 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് അങ്ങനെയാണെങ്കിൽ 200 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റന്റിനേക്കാളും 10 ടൈംസ് കൂടുതലായിരിക്കുമല്ലോ. 200 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് K1 എന്ന് പറയുന്നത് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 400 കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് എനിക്ക് എന്തായിട്ട് എടുക്കാം, 10x ആയിട്ട് എടുക്കത്തില്ലേ? ഓക്കെ ആണല്ലോ. രണ്ട് ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? ഒരൊറ്റ ഇക്വേഷനെ നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിലുള്ളൂ, അതായത് നമ്മുടെ അരീനിയസ് ഇക്വേഷൻ. ലോഗ് K2 ഡിവൈഡഡ് ബൈ K1 ഈസ് ഈക്വൽ ടു EA ആക്ടിവേഷൻ എനർജി ഡിവൈഡഡ് ബൈ 2.303 R ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. എക്സ് അവിടെ കട്ടായി പോകും, അൺനോൺ ആയിട്ടുള്ള എക്സ് കട്ടായി പോയി. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യത്തില്ലേ? ലോഗ് K2 ബൈ K1 എന്നുള്ളത് K2 എനിക്ക് 10x കൊടുക്കാം, K1 എന്നുള്ളത് എക്സ് കൊടുക്കാം, 10x, which is equal to EA divided by, ഓപ്ഷൻ പ്രകാരം R ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. T2 മൈനസ് T1 400 മൈനസ് 200 ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 200. ഓക്കെ ആണല്ലോ. ഇത് സോൾവ് ചെയ്യാമല്ലോ. 400 മൈനസ് 200 എന്ന് പറയുന്നത് 200 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള 200 കട്ട് ചെയ്ത് കളയാമല്ലോ, എക്സ് കട്ട് ചെയ്ത് കളയാം. ലോഗ് 10ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1. അങ്ങനെയാണെങ്കിൽ ആക്ടിവേഷൻ എനർജി എന്നുള്ളത് 2.303 R ഇൻറ്റു 400 അല്ലേ വരുന്നത്. ഇത് സോൾവ് ചെയ്താൽ മതിയല്ലോ. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ശരിയായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചാൽ മാത്രം മതി. 400 ഇൻറ്റു 2.303 400-നേക്കാളും ഡബിൾ ആണ്, പക്ഷെ തൊട്ട് മുകളിൽ വരും. അങ്ങനെ ഓരോരോ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, ഓപ്ഷൻ ബി അല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Thermal decomposition of a compound is first order. Okay, if 50% of sample of a compound is decomposed in 120 minutes, time taken to T 99.9%. 99.9% കംപ്ലീറ്റ് ആകാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? T50% തന്നിട്ടുണ്ട്. T50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? T½ അല്ലേ തന്നിരിക്കുന്നത്. T½ ഈസ് ഈക്വൽ ടു 120 മിനിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, തെർമൽ ഡിക്കമ്പോസിഷൻ ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ T½ തന്നിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ട്. കാരണം റേറ്റ് കോൺസ്റ്റന്റ് K ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ T½ ആണല്ലോ. അല്ലെങ്കിൽ T½ ഈസ് ഈക്വൽ ടു 0.693 ബൈ K. അത് ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് T½ തന്നിട്ടുണ്ടോ? ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ആരുടെ വാല്യൂ ഉണ്ട്?
റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ റേറ്റ് കോൺസ്റ്റന്റ് കെ ആണ് തന്നിരിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. T99.9% കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 99.9% റിയാക്ഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടി എടുക്കുന്ന സമയം ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏത് ഫോർമുല ഉപയോഗിച്ചാൽ മതി? T ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ലോഗ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ ആണല്ലോ. ഇനി അടുത്ത ഡൗട്ട് വരുന്നത്, സാർ ഇവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഫൈനൽ കോൺസെൻട്രേഷനും തന്നിട്ടില്ലല്ലോ. വേണ്ട, തരേണ്ട ആവശ്യമില്ല. കാരണം പേഴ്സൻറ്റേജിൽ തന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഇനിഷ്യൽ വാല്യൂ ഉണ്ട്. ഇപ്പം എനിക്ക് മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് അല്ലെങ്കിൽ പോട്ടെ നമുക്ക് കെമിസ്ട്രിയുടെ മാർക്ക് 99.9% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? എനിക്ക് ആക്ച്വലി ടോട്ടൽ മാർക്ക് അങ്ങനെ വരത്തില്ലല്ലോ അല്ലേ. എനിവേ 99% ഉണ്ടെന്ന് കൂട്ടിക്കോ. എനിക്ക് കെമിസ്ട്രിയിലുള്ള ടോട്ടൽ മാർക്ക് 100 ആണ്. എനിക്ക് 99% കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ മാർക്ക് എത്രയായിരിക്കും? 100 ടോട്ടൽ ആണെങ്കിൽ എനിക്ക് കിട്ടിയ മാർക്ക് 99 എന്നല്ലേ മീനിങ്. അതുപോലെ ഇവിടെ 99.9% റിയാക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ നമുക്ക് എപ്പോഴും എന്തായിട്ട് എടുക്കാം? 100 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ T99.9% ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? 2.303 കെ തന്നിട്ടുണ്ടോ? വേണ്ട. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? കെ എന്നുള്ളത് 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ് 120 അല്ലേ, ഇൻറ്റു ലോഗ് R0 എത്രയാണ്? 100 ആയിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത്. ഫൈനൽ കോൺസെൻട്രേഷൻ എത്ര വരും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. 100% ആണ് ഇനിഷ്യൽ വാല്യൂ. അതിൽ നിന്ന് 99.9% റിയാക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഫൈനൽ പെർസെൻറ്റേജ് ഓഫ് റിയാക്ടൻ്റ് എന്ന് പറയുന്നത് എത്രയേ വരുന്നുള്ളൂ? ഫൈനൽ പെർസെൻറ്റേജ് T99.9% കംപ്ലീറ്റ് ആയി. ബാക്കി 0.1% അല്ലേ ഉള്ളൂ. അഥവാ 10⁻⁻1 അല്ലേ വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. 0.1 എന്നുള്ളത് ഞാൻ 10⁻⁻1 എന്ന് എടുത്തു. അഥവാ ലോഗ് 100 എന്നുള്ളത് എനിക്ക് എന്തായിട്ട് എടുക്കാം? ലോഗ് 1000 ആയിട്ട് എനിക്ക് എടുക്കത്തില്ലേ? ലോഗ് 1000 എന്ന് പറയുന്നത് എത്ര? 3. അപ്പോൾ എനിക്ക് ന്യൂമറേറ്ററിൽ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഞാനിത് സോൾവ് ചെയ്യുന്നു. T99.9% ഈസ് ഈക്വൽ ടു 2.303. ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ ഇതാ ഇവൻ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്ററിലേക്ക് വരുന്നു. 120 × 3 ഡിവൈഡഡ് ബൈ എത്ര വരുന്നു? 0.693. 0.693നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 2.303 ഇൻറ്റു 0.3 എന്ന് എഴുതാം. അത് നിങ്ങൾ ഓർത്തിരിക്കുവാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ കുറേയും കൂടി സിമ്പിൾ ആയിരിക്കും. 0.693 എന്ന് പറയുന്നത് 2.303 ഇൻറ്റു 0.3 ആണ് വരുന്നത്. അപ്പോൾ നോക്കിക്ക് എത്ര എളുപ്പം നമ്മുടെ കാൽക്കുലേഷൻ അവിടെ തീർന്ന് നോക്കിക്ക്. ഇവൻ രണ്ടും കട്ടായിപ്പോയി. 0.3യും 3യും കട്ടായി കഴിയുമ്പോഴത്തേക്കും ന്യൂമറേറ്ററിൽ എത്ര വരുന്നത്? 10 അല്ലേ? വാട്ട് അബൌട്ട് ദി ആൻസർ? ഒറ്റൊരു ആൻസർ 1200. സിമ്പിൾ കാൽക്കുലേഷൻ. ഓക്കെ, എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. നോക്കിക്കേ, നമുക്ക് മിക്കവാറും പ്രീവിയസ് ഇയറിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ദ ഫോളോയിങ് റിസൾട്ട് ഹാവ് ബീൻ ഒബ്റ്റെയിൻഡ് ഡ്യൂറിങ് കൈനറ്റിക് സ്റ്റഡി ഓഫ് റിയാക്ഷൻ. ഡിറ്റർമിൻ ദ റേറ്റ് ലോ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ. റേറ്റ് ലോയും റേറ്റ് കോൺസ്റ്റന്റും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഏതായാലും നമുക്ക് റേറ്റ് ലോ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇത് നമ്മുടെ എൻട്രൻസ് ഫീൽഡിൽ അല്ലെങ്കിൽ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഷോർട്ട് കട്ടുകളുണ്ട് നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി. പക്ഷേ സ്കൂൾ ആകുമ്പോൾ, ബോർഡ് എക്സാം ആകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ആ മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ 4 ഡാറ്റ തന്നിട്ടുണ്ട്. ഈ 4 ഡാറ്റയുടെയും റേറ്റിലോ കറസ്പോണ്ടിങ് ആയിട്ട് ഈ തന്നിരിക്കുന്ന ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ ജനറൽ റേറ്റിലോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് എഴുതാം? എ ഗിവ്സ് ബി എന്ന് പറഞ്ഞ റിയാക്ഷൻ, എ പ്ലസ് ബി ഗിവ്സ് പ്രൊഡക്റ്റ് ആണ്. എ പ്ലസ് ബി ഗിവ്സ് പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റേറ്റിലോ എനിക്ക് എങ്ങനെ എഴുതാം? ജനറൽ ഫോം R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ വിത്ത് പവർ എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി വിത്ത് പവർ വൈ ആണല്ലോ. കാരണം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ റേറ്റിലോ എഴുതുമ്പോൾ
റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്ലോ സ്റ്റെപ്പ് അല്ലെങ്കിൽ എലമെന്ററി റിയാക്ഷൻ എന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആരുടെ ടേംസിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ? എക്സിന്റെയും വൈയുടെയും ടേംസിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. എക്സും വൈയും സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റിന് ഈക്വൽ ആകാം, ഈക്വൽ ആകാതിരിക്കാം. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അത് എക്സ്പെരിമെന്റലി മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ എന്നറിയാം. അപ്പം എക്സിന്റെയും വൈയുടെയും ടേംസിൽ മാത്രമേ എഴുതാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡാറ്റ പ്രകാരം റേറ്റിലോ നമുക്ക് എങ്ങനെ എഴുതാം? എയുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ബിയുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. റേറ്റിലോ എനിക്ക് എങ്ങനെ എഴുതാം? റേറ്റ് തന്നിട്ടുണ്ട്. നാലാമത്തെ കോളത്തിലുള്ളത് റേറ്റാണ്. അപ്പോൾ റേറ്റ് എന്നുള്ളത് 6 × 10⁻³ ആണ്. 6 × 10⁻³ ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ 0.1 വിത്ത് പവർ എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്നതും 0.1 വിത്ത് പവർ വൈ. ഓക്കെ ആണല്ലോ. ഇത് ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. അടുത്തത് ഞാൻ ഇക്വേഷൻ 2 എഴുതുക. 7.2 × 10⁻² ഈസ് ഈക്വൽ ടു K ഇൻറ്റു 0.3 വിത്ത് പവർ എക്സ് ഇൻറ്റു 0.2 വിത്ത് പവർ വൈ. ഓക്കെ ആണല്ലോ. ഇക്വേഷൻ 2. മൂന്നാമത്തെ ഇക്വേഷൻ 2.88 × 10⁻1 ഈസ് ഈക്വൽ ടു K ഇൻറ്റു 0.3 വിത്ത് പവർ എക്സ് ഇൻറ്റു 0.4 വിത്ത് പവർ വൈ. ഇക്വേഷൻ നമ്പർ 3. നാലാമത്തെ ഇക്വേഷൻ 2.4 × 10⁻² ഈസ് ഈക്വൽ ടു K ഇൻറ്റു 0.4 വിത്ത് പവർ എക്സ് ഇൻറ്റു 0.1 വിത്ത് പവർ വൈ. ഇക്വേഷൻ നമ്പർ 4. ശരിയാണല്ലോ. ഞാനിത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റിലോ ഞാൻ എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യണം? എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി വൈ ക്യാൻസൽ ആകുന്ന രീതിയിൽ 2 ഇക്വേഷൻ എടുത്ത് ഡിവൈഡ് ചെയ്യുക. വൈ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് ക്യാൻസൽ ആകുന്ന രീതിയിൽ 2 ഇക്വേഷൻ എടുത്ത് ഡിവൈഡ് ചെയ്യുക. ഇതിൽ ഏത് ഇക്വേഷനാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ആദ്യം എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി വൈ ക്യാൻസൽ ആകുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2 ഇക്വേഷൻ എടുക്കുക. അപ്പോൾ വൈ ക്യാൻസൽ ആകുന്ന രീതിയിലുള്ള 2 ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കേ. വൈ കട്ടായി പോകുന്നത് ഏതാ? ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 1ഉം ഞാൻ എടുക്കുന്നു. വൈ കട്ടാവത്തില്ല. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ. കാരണം വൈയുടെ ടേം ഈ 2 ഇക്വേഷനിലും സെയിം ആണ്, 1ലും 4ലും. നോക്കിക്കുക, y 0.1ഉം ഇവിടെയും 0.1 അല്ലേ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ y കട്ടാവുന്നത് കൊണ്ട് അൺനോൺ ആയിട്ടുള്ള ആര് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനെ കണ്ടുപിടിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 4/1 ആണ് ഞാൻ ചെയ്യുന്നത്. 4/1 ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ 10ന്റെ പവർ എളുപ്പം കട്ട് ചെയ്യാൻ വേണ്ടി ഈ 2.4 × 10⁻²നെ ഞാൻ എന്ത് ചെയ്യുന്നു? 24 × 10⁻³ എന്ന് എഴുതുന്നു. രണ്ട് സെയിം ആണല്ലോ. അപ്പോൾ 24 × 10⁻³ ഈസ് ഈക്വൽ ടു K ഇൻറ്റു 0.4 വിത്ത് പവർ എക്സ് ഇൻറ്റു 0.1 വിത്ത് പവർ വൈ ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് 6 × 10⁻³ ഈസ് ഈക്വൽ ടു K ഇൻറ്റു 0.1 വിത്ത് പവർ എക്സ് ഇൻറ്റു 0.1 വിത്ത് പവർ വൈ. നിങ്ങൾ നോക്കിക്കേ, വൈയുടെ ടേം അവിടെ കട്ടായില്ലേ? വൈയുടെ ടേം കട്ടായി, കെയും കട്ടായിപ്പോയി, 10⁻³ 10⁻³ കട്ടായി, 24ഉം 6ഉം കട്ടാവുമ്പോൾ ബാക്കി എത്രയാ? 4 ഈസ് ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 0.1 ഹോൾ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? 4⁻x അല്ലേ? അഥവാ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് സെയിം ആണെങ്കിൽ പവറും സെയിം ആണ്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1. ഇനി അതേപോലെ വൈയും കൂടെ കണ്ടുപിടിക്കുവാണെങ്കിൽ ഓർഡർ ഓഫ് റിയാക്ഷൻ ആയില്ലേ? വൈ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? വൈ കട്ടാകുന്ന രീതിയിൽ ഇവിടെയും 2 ഇക്വേഷൻ എടുത്ത് ഡിവൈഡ് ചെയ്യുന്നു. വൈ കട്ടാകാൻ വേണ്ടി നിങ്ങൾ ഏത് ഇക്വേഷൻ എടുത്താണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഞാനിത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും വിസിബിൾ ആകുന്ന രീതിയിൽ ഇത് ആ മുകളിലേക്ക് ഞാനിത് ഇങ്ങോട്ടേക്ക് എഴുതുന്നു. ഓക്കെ, വൈ കട്ടാകാൻ വേണ്ടി ഏത് ഇക്വേഷൻ എടുത്ത് ഡിവൈഡ് ചെയ്യുമെന്ന് പറ നിങ്ങൾ. വൈ കട്ടാകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വൈ കട്ടാകാനല്ല, എക്സ് കട്ടാകാൻ വേണ്ടിയല്ല, എന്നാലല്ലേ വൈ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എക്സ് കട്ടാകാൻ വേണ്ടി ഏത് ഇക്വേഷൻ എടുത്ത് ഡിവൈഡ് ചെയ്യാം? നമുക്കിതാ ഈ 2ഉം 3ഉം എടുത്താൽ പോരെ. അവിടെ നമുക്ക് എക്സ് കട്ടായി പോകുമല്ലോ. കാരണം എക്സ് രണ്ടിടത്തും 2ലും 3ലും 0.3 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാം. ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, വാല്യൂ നോക്കുന്നുണ്ടല്ലോ. ഓക്കെ, 2.88 × 10⁻⁻1നെ
തൊട്ട് മുകളിലുള്ള 7.2 ഇൻറ്റു 10⁻², ആ 10ൻ്റെ പവറായിട്ട് സെയിം ആകാൻ വേണ്ടി ഞാൻ 28.8 ഇൻറ്റു 10⁻² എന്ന് എഴുതുന്നു. സെയിം ആണ് രണ്ടും. വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 0.3 വിത്ത് പവർ എക്സ് ഇൻറ്റു 0.4 വിത്ത് പവർ വൈ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എഴുതുന്നു. നമുക്കത് കുറച്ചും കൂടി ഞാനത് വിസിബിളാക്കി ഞാൻ എഴുതാം. ഏതായാലും 3/2 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ 2 അതിങ്ങോട്ട് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇക്വേഷൻ 3 ഞാൻ എഴുതുന്നു. ഇക്വേഷൻ 3 ഞാൻ എങ്ങനെ എഴുതി? 2.8നെ 28.8 എന്ന് എഴുതുന്നു. 10ൻ്റെ പവർ 10⁻⁻1 പകരം 10⁻², ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 0.3 വിത്ത് പവർ എക്സ് ഇൻറ്റു 0.4 വിത്ത് പവർ വൈ. ലെങ്തിയാണ്, കറക്റ്റ് നിങ്ങൾ സ്ക്രീൻ തന്നെ ശ്രദ്ധിച്ചോണം. അടുത്ത ഞാൻ എന്ത് ചെയ്യുന്നു? 2 എഴുതുന്നു. 7.2 ഇൻറ്റു 10⁻² ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 0.3 വിത്ത് പവർ എക്സ് ഇൻറ്റു 0.2 വിത്ത് പവർ വൈ. ഓക്കെ ആണല്ലോ? ഡിവൈഡ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ ആര് കട്ടായിപ്പോയി? ഒരേപോലെയുള്ള ആൾക്കാർ കട്ടായിപ്പോയി. എക്സിൻ്റെ ടേം കട്ടായിപ്പോയി, കെ കട്ടായിപ്പോയി, 10ൻ്റെ പവർ കട്ടായിപ്പോയി. 28.8 ഡിവൈഡഡ് ബൈ 7.2. 28 ഡിവൈഡഡ് ബൈ 7 എന്നുള്ളത് 4 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? 4 തന്നെയായിരിക്കും. 4 ഈസ് ഈക്വൽ ടു 0.2 വിത്ത് പവർ വൈ, 2 വിത്ത് പവർ വൈ. 0.2 അല്ല, 2 വിത്ത് പവർ വൈ. കാരണം ഡിവൈഡ് ചെയ്യുമല്ലോ നമ്മൾ ചെയ്യുന്നത്. 0.4 ഡിവൈഡഡ് ബൈ 0.2 എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്കറിയാം. അഥവാ 2² ഈസ് ഈക്വൽ ടു 4നെ 2² എന്ന് എഴുതാമല്ലോ, 2⁻²y. ഇനി നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തരണോ വൈയുടെ വാല്യൂ? ബേസ് സെയിം ആണെങ്കിൽ പവറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. y ഈസ് ഈക്വൽ ടു 2. അപ്പോൾ x1 y 2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേറ്റിലോ എനിക്ക് എങ്ങനെ എഴുതാം? റേറ്റിലോ ക്യാൻ ബി റിട്ടൺ ആസ് r ഈസ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. ഏതെങ്കിലും ഒരു വാല്യൂ എടുത്താൽ മതി. a വിത്ത് പവർ 1 ഇൻറ്റു b വിത്ത് പവർ 2. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ഏതെങ്കിലും ഒരു വാല്യൂവിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വളരെ എളുപ്പം ഏതും കാൽക്കുലേറ്റ് ചെയ്യാം. റേറ്റ് കോൺസ്റ്റന്റ് കെയും കണ്ടുപിടിക്കാം. അതുകൊണ്ട് ഇതുപോലൊരു ചോദ്യം മിക്കവാറും പരീക്ഷയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ലെങ്തിയാണ്. അപ്പോൾ പലപ്പോഴും തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കിക്കേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ. The ionic reactions are generally very fast because എന്താണ് റീസൺ? അയോണിക് റിയാക്ഷൻസ് ഫാസ്റ്റ് ആവാനുള്ള കാരണം. It does not involve bond breaking. The number of collision between ions are very large. Reactions are highly exothermic. The energy of interaction is between charged ion is greater than between neutral molecules. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അയോണിക് റിയാക്ഷൻസ് ഫാസ്റ്റ് ആവാനുള്ള കാരണം ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ബോണ്ട് ബ്രേക്കിംഗ്. അയോണൈസേഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് റിയാക്ഷൻ വളരെ ഫാസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. മിക്കവാറും ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളിതെല്ലാം NCERT കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. കാൽക്കുലേറ്റ് ഡെൽറ്റ ഇ എനർജി ഡിഫറൻസ്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഡെൽറ്റ എച്ച് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ എനർജി ഡിഫറൻസ് ഡെൽറ്റ എച്ച് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫോർ ദ റിയാക്ഷൻ കണ്ടുപിടിക്കണം, ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കണം. ഒരു ടാസ്ക്. ആക്ടിവേഷൻ എനർജി ഫോർ ഫോർവേഡ് റിയാക്ഷൻ, രണ്ടാമത്തെ ടാസ്ക്. ഐഡന്റിഫൈ, അടുത്ത കാര്യം കണ്ടുപിടിക്കേണ്ടത്, ഐഡന്റിഫൈ ദ കർവ് ഫോർ കാറ്റലൈസ്ഡ് റിയാക്ഷൻ. കാറ്റലിസ്റ്റ് വരുമ്പോഴുള്ള കർവ് ഏതാണ്? 3. വാട്ട് ഈസ് ദ എനർജി ഓഫ് ആക്ടിവേഷൻ ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ആക്ടിവേഷൻ എനർജി എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും കാറ്റലിസ്റ്റ് വരുമ്പോഴുള്ള പ്രത്യേകത എന്താ? ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബൈ ഡിക്രീസിങ് ദ ആക്ടിവേഷൻ എനർജി ബൈ പ്രൊവൈഡിങ് ആൻ ആൾട്ടർനേറ്റ് പാത്ത് ഹാവിങ് ലോവർ ആക്ടിവേഷൻ എനർജി. റിയാക്ഷൻ റേറ്റ് കൂട്ടുക എന്നുള്ളതാണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെ റിയാക്ഷൻ റേറ്റ് കൂട്ടുന്നത്? ബൈ പ്രൊവൈഡിങ് ആൻ ആൾട്ടർനേറ്റ് പാത്ത് ഹാവിങ് ലോവർ ആക്ടിവേഷൻ എനർജി. നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് കെർവിൽ ആർക്കാണ് ലോവർ ആക്ടിവേഷൻ എനർജി ഉള്ളത്? അവനാണ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ. അതാണ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലുള്ള കെർവ്. നിസ്സംശയം നമുക്ക് പറയത്തില്ല ബി അല്ലേ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അവിടെ ആക്ടിവേഷൻ എനർജി കുറവാണ്. റിയാക്ഷൻ റേറ്റ് എന്തായിരിക്കും? സ്പീഡായിരിക്കും. പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അപ്പോൾ ബി നമ്മൾ കണ്ടുപിടിച്ചു. കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലുള്ള
കർവ് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഡെൽറ്റ എച്ച് അല്ലേ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ആര് തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ്? റിയാക്റ്റന്റും പ്രൊഡക്റ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ അല്ലേ നമ്മൾ ഡെൽറ്റ എച്ച് എന്ന് വിളിക്കുന്നത്. ആലോചിച്ച് നോക്കിക്കേ, ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ റിയാക്ഷനിൽ ഉണ്ടാകുന്ന എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ആരാ? ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, റിയാക്റ്റന്റിന്റെ എനർജി 100 കിലോ ജൂളാ, പ്രൊഡക്റ്റിന്റെ എനർജി 60 കിലോ ജൂളാ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ എച്ച് റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന എനർജി ഡിഫറൻസ് അല്ലേ? എനർജി കൺസർവ്ഡ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? 40 അല്ലേ രണ്ടും തമ്മിലുള്ള എനർജി ഡിഫറൻസ്. 40 എന്ന് പറയുമ്പോൾ മൈനസ് ആണോ പ്ലസ് ആണോ? റിലീസ് ആവുകയാണെങ്കിൽ മൈനസ്, അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ പ്ലസ്. എൻഡോതെർമിക് ആണെങ്കിൽ പ്ലസ്, എക്സോതെർമിക് ആണെങ്കിൽ മൈനസ്. 100 കിലോ ജൂൾ എനർജി ഉള്ള ആള് 100 കിലോ ജൂൾ എനർജി ഉള്ള ആളായിട്ടാണ് മാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും 100 അല്ലല്ലോ, 60 കിലോ ജൂൾ എനർജി ഉള്ള ആളായിട്ടാണ് മാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് ഏത് സൈൻ കൊടുക്കണം? മൈനസ് കൊടുക്കണം. കാരണം അവിടെ എനർജി റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കേ നിങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് എത്രയാണ് വരുന്നത്? റിയാക്റ്റന്റിന്റെ എനർജി കാണാമല്ലോ അല്ലേ, 100 കിലോ ജൂളാണ് വരുന്നത്. 100 ആണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ, 100 കിലോ ജൂളാണ്. പ്രൊഡക്റ്റിന്റെ എനർജി നോക്കിക്കേ, ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കിയാൽ മതി നിങ്ങൾ. എത്ര വരുന്നത്? വാല്യൂ തന്നിട്ടില്ല, വേണ്ട, കാരണം ഇവൻ 50 അല്ലേ, ഇവിടെ 100ന്റെ താഴെയുള്ളത് 50യാ, ഇവിടെ വരുന്നവൻ എന്താ? 0യാ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റിന്റെ എനർജി എന്തായിരിക്കണം? 25 ആയിരിക്കണം. അപ്പോൾ 100ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ പോരെ. ഇപ്പോൾ റിയാക്റ്റന്റിന്റെ എനർജി 100ആ, നമ്മൾ എഴുതിയ 60ക്ക് പകരം എന്ത് കൊടുത്തേച്ചാൽ മതി? പ്രൊഡക്റ്റിന്റെ എനർജി 25 കിലോ ജൂൾ കൊടുത്തേച്ചാൽ മതി. പറ നിങ്ങൾ, എത്രയാണ് ഡെൽറ്റ എച്ച് വരുന്നത്? 40ന്റെ സ്ഥാനത്ത് എത്ര വരും ഡിഫറൻസ്? 75 അല്ലേ വരുന്നത്. പ്ലസ് ആണോ മൈനസ് ആണോ? പ്രൊഡക്റ്റിന്റെ എനർജി റിയാക്റ്റന്റിനേക്കാളും കുറവാ. അപ്പോൾ തീർച്ചയായിട്ടും റിയാക്ഷൻ എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. ഡെൽറ്റ എച്ചിന്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. അപ്പോൾ -75 കിലോ ജൂൾ ആണല്ലോ, അപ്പോൾ അതും കിട്ടി. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു -75 കിലോ ജൂൾ. ഇനി ആക്ടിവേഷൻ എനർജി ഫോർ ഫോർവേഡ് റിയാക്ഷൻ എത്രയാണെന്ന് നോക്കിക്കേ. ഫോർവേഡ് ഡയറക്ഷനിലുള്ള ആക്ടിവേഷൻ എനർജി, അതായത് നമ്മുടെ കാറ്റലിസ്റ്റ് പ്രസൻസിൽ അല്ല നോർമലി. അപ്പോൾ ഇവനല്ലേടാ കണ്ടുപിടിക്കേണ്ടത്, ഇതല്ലേ. ഓൾറെഡി റിയാക്റ്റന്റിന്റെ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 100 കിലോ ജൂൾ ആണ് റിയാക്റ്റന്റിന്റെ എനർജി. അത് കൂടാതെ ത്രഷോൾഡ് എനർജി വരുന്നത് 350 കിലോ ജൂളാണ്. ത്രഷോൾഡ് എനർജി നിലവിൽ പൊസസ് ചെയ്യുന്ന എനർജി കൂടാതെ ത്രഷോൾഡ് എനർജി ഓവർകം ചെയ്യാൻ വേണ്ടി റിയാക്റ്റന്റ് മോളിക്യൂളിന് വേണ്ട അധികം എനർജിനെയല്ലേ നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? രണ്ടും 100 കൂടാതെ അധികം വേണ്ട എനർജി 250 കിലോ ജൂള്. ത്രഷോൾഡ് എനർജി ഓവർകം ചെയ്യാൻ വേണ്ടി 250 കിലോ ജൂൾ അല്ലേ, അതും കിട്ടിയില്ലേ. ഇനി അപ്പം എ കിട്ടി, നമുക്ക് ബിയും കിട്ടി. ഇനി സി അല്ലേ വേണ്ടത്. വാട്ട് ഈസ് ദ എനർജി ഓഫ് ആക്ടിവേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്? അതായത് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലുള്ള ആക്ടിവേഷൻ എനർജിയും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കണം. പോസിബിൾ ആണോ നോക്കിക്കേ. ഇത് ഇവനാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എനർജി ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 200ഉം 100ഉം തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 100 കിലോ ജൂൾ. ആൻസറായി. ക്ലിയർ ആണല്ലോ. ഇനി എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഫോർ എ സർട്ടൻ കെമിക്കൽ റിയാക്ഷൻ, വേരിയേഷൻ ഇൻ ദ കോൺസെൻട്രേഷൻ R വേഴ്സസ് ടൈം T. R വേഴ്സസ് ടൈം T പ്ലോട്ട് ഈസ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞാൽ ln R വേഴ്സസ് ടൈം T പ്ലോട്ടാണ് തന്നിരിക്കുന്നത്. 5 കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഇസ് ദി ഓർഡർ ഓഫ് റിയാക്ഷൻ? വാട്ട് ആർ ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്? ഓർഡർ അറിയാമെങ്കിൽ യൂണിറ്റ് അറിയാമല്ലോ. ഗീവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ഹാഫ് ലൈഫ് പീരീഡ്. വാട്ട് ഡസ് ദ സ്ലോപ്പ് ഓഫ് ദി എബോ ലൈൻ? സ്ലോപ്പ് എന്താണ്? ഡ്രോ എ പ്ലോട്ട് ഓഫ് R0/R വേഴ്സസ് ടൈം. നല്ല 5 കാര്യങ്ങളാണ് നല്ല എണ്ണി പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഓർഡർ ഓഫ് റിയാക്ഷൻ. അപ്പോൾ ഈ ഗ്രാഫ് ഏതിൻ്റെ ആണെന്ന് അറിയണ്ടേ? എന്താണേലും ഇൻ്റഗ്രേറ്റഡ് റേറ്റിലോ എക്സ്പ്രഷൻ ആണെന്ന് നമുക്കറിയാം. ഇൻ്റഗ്രേറ്റഡ് റേറ്റിലോ എക്സ്പ്രഷനിൽ ലോഗിൻ്റെ ടേം വരണമെങ്കിൽ നിർബന്ധമായിട്ടും അതാരായിരിക്കും? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ലോഗ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മുഴുവനായിട്ടും തന്നെ നമുക്ക് അത് എഴുതാം.
ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ K is equal to 2.303 divided by T into log R0 divided by R ആണല്ലോ. അഥവാ KT ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ KT is equal to 2.303 into log R0 divided by R. ഈ 2.303നെ നമ്മൾ തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗ് എന്നുള്ളത് എന്തായിട്ട് മാറും? നാച്ചുറൽ ലോഗരിതമായിട്ട് മാറിയില്ലേ? അഥവാ KT is equal to ln R0 divided by R. ഓർ KT is equal to ln A by B എന്ന് പറയുന്നത് ln A മൈനസ് ln B. log A by B സ്കൂളിൽ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. log A by B is equal to log A മൈനസ് log B. log A by B. log A മൈനസ് log B. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ എന്ത് ചോദിച്ചെന്നേ ഉള്ളൂ? ln R മൈനസ് R0 ചോദിച്ചെന്നേ ഉള്ളൂ. ln R0 മൈനസ് ln R. ln എന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ലോഗരിതമാണെന്ന് നമുക്കറിയാം. ഇനി ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുന്നു. ln R ഈസ് ഈക്വൽ ടു ln R0 മൈനസ് KT എന്ന് എഴുതാവല്ലോ. അതായത് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. ഈ ln R മൈനസ് ln R ലെഫ്റ്റിൽ കൊണ്ടുപോയി KT റൈറ്റിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കേ, ഈ ഇക്വേഷൻ ഏത് ഫോമിലാ? y ഈസ് ഈക്വൽ ടു mx പ്ലസ് ഈ ഫോമാ. കാരണം രണ്ട് വേരിയബിൾ ഉണ്ട്. ടൈം ടിക്ക് അനുസരിച്ച് കോൺസെൻട്രേഷൻ, ഫൈനൽ കോൺസെൻട്രേഷൻ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ y ആക്സിസിൽ ln R എടുക്കുന്നു, x ആക്സിസിൽ ഏതെടുക്കുന്നത്? T. വി ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. കാരണം ഇവിടെ സ്ലോപ്പ് m എന്ന് പറയുന്നത് ആരാ? മൈനസ് കെ ആണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് കെ. ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ റെഡി ആയിട്ട് വരുന്നത് കണ്ടോ? മൈനസ് കെ ആണ്. ഇനി നോക്കിക്കുക നിങ്ങൾ, ഓർഡർ ഓഫ് റിയാക്ഷൻ ഏതാ? തീർച്ചയായിട്ടും ഈ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആരുടെയാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയാ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെന്ന് നമുക്ക് കിട്ടി, ഒന്ന് കിട്ടി. രണ്ട്, യൂണിറ്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ കണ്ണടച്ച് നമുക്ക് പറയാം. സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ യൂണിറ്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്? സെക്കൻഡ് ഇൻവേഴ്സ്. അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റന്റ് K ആൻഡ് T ഹാഫ്. രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ T ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ K അല്ലേ? അതും കിട്ടി. വാട്ട് ഡസ് ദ സ്ലോപ്പ് ഓഫ് ദി എബോവ് ലൈന്? അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് മൈനസ് K. അടുത്തത് ഡ്രോ ദ പ്ലോട്ട് ഓഫ് R0 ബൈ R വേഴ്സസ് ടൈം. അത് ഒന്ന് ശ്രദ്ധിച്ചോണം. ആ പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടി നോക്കിക്കേ, ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. ആര് തമ്മിലുള്ള പ്ലോട്ടാണ് വേണ്ടത്? ലോഗ് R0 ബൈ R ഡിവൈഡഡ് ബൈ ടൈം. R വേഴ്സസ് ടൈം. എന്താണേലും നമുക്കിവിടെ ഏതേ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് റേറ്റിലോ എക്സ്പ്രഷൻ അല്ലേ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് റേറ്റിലോ എക്സ്പ്രഷൻ ഞാൻ എടുക്കുന്നു. K ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ T ഇൻറ്റു ലോഗ് R0 ബൈ R. അഥവാ ലോഗ് R0 ബൈ R ഈസ് ഈക്വൽ ടു KT ഡിവൈഡഡ് ബൈ 2.303 ആണല്ലോ. ഞാൻ അങ്ങോട്ട് കൊടുന്ന് റീഅറേഞ്ച് ചെയ്തതേ ഉള്ളൂ. റീഅറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എടാ ഇവിടെ നോക്കിക്കേടാ, ലോഗ് R0 ബൈ R വേഴ്സസ് T. എന്താണെങ്കിലും നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, സാറേ ഈ K ബൈ 2.303 കോൺസ്റ്റൻ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലോഗ് R0 ബൈ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T ആയിരിക്കണമല്ലോ. അങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഇതിലേതാണ് എക്സ് ആക്സിസിൽ എടുക്കേണ്ടത്, ഏതാണ് വൈ ആക്സിസിൽ എടുക്കേണ്ടത്? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എടുക്കാൻ പറ്റത്തില്ല. ആക്ച്വലി ഈ ഇക്വേഷൻ ഏത് ഫോമില? y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ഫോമില. എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യമാണത്. ഇവിടെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് സീറോയാണ്. സീറോ ഇന്റർസെപ്റ്റ് ആയതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ, എക്സിൽ ഏതാ നിർബന്ധമായിട്ട് എടുക്കാൻ പാടുള്ളൂ? ടി അല്ലേ എടുക്കാൻ പാടുള്ളൂ. വൈയിൽ ഏതെടുക്കണം? ലോഗ് R0 ബൈ R എടുക്കണം. അതുകൊണ്ട് ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ വൈ ആക്സിസിൽ ടി, വൈ ആക്സിസിലല്ല എക്സ് ആക്സിസിൽ ടി, വൈ ആക്സിസിൽ ഏതായിരിക്കണം? ലോഗ് R0 ബൈ R.
ഇനി സ്ലോപ്പ് എന്ന് പറയുന്നത് ആരാ? പോസിറ്റീവ് സ്ലോപ്പാ. ഏതാ സ്ലോപ്പ്? k ഡിവൈഡഡ് ബൈ 2.303. നമ്മോട് ചോദിച്ചിട്ടില്ല, മേ ബി ചോദിക്കാം അതും കൂടെ. അപ്പോൾ ഈ ഒരു കാര്യം പിടികിട്ടിയല്ലോ. ഇന്റർസെപ്റ്റ് ഏതാണ്? 0 ഇന്റർസെപ്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ. നമ്മുടെ അരീനിയസ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള നല്ലൊരു ചോദ്യം. ഗീവൺ അരീനിയസ് ഇക്വേഷൻ, എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻ ഇറ്റ്. അതിലുള്ള ടേം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അരീനിയസ് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അരീനിയസ് ഇക്വേഷൻ നമ്മൾ കൊടുക്കണം, ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യണം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അരീനിയസ് ഇക്വേഷൻ? അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏത് എഴുതിയാൽ മതി? k ഈസ് ഈക്വൽ ടു a ഇൻറ്റു e റേസ് ടു മൈനസ് EA ബൈ RT, അല്ലെങ്കിൽ ലോഗ് k ഈസ് ഈക്വൽ ടു, ലോഗിൻ്റെ ഫോമിലുള്ള ഇക്വേഷൻ, ലോഗ് k ഈസ് ഈക്വൽ ടു ലോഗ് a മൈനസ് EA ഡിവൈഡഡ് ബൈ 2.303 RT. അതിൽ a എന്ന് പറയുന്നത് ആരാ? അരീനിയസ് കോൺസ്റ്റന്റ്. ഓക്കെ, E എന്ന് പറയുന്നത് ആരാ? ആക്ടിവേഷൻ എനർജി. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. T എന്ന് പറയുന്നത് അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൽവിൻ സ്കെയിലിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത്. കെൽവിൻ സ്കെയിലിലുള്ള ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സിഗ്നിഫിക്കൻസ് ഓഫ് അരീനിയസ് ഇക്വേഷൻ. അരീനിയസ് ഇക്വേഷൻ ഗീവ്സ് the relationship between rate constant and temperature, or it explains the variation of rate constant with temperature. Variation of rate constant with temperature. ശരിയല്ലേ? ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചുള്ള റേറ്റ് കോൺസ്റ്റന്റിന്റെ മാറ്റമല്ലേ അരീനിയസ് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യേണ്ടത്. തീർന്നു. ഇത്രയും മാത്രം നമ്മൾ പോയിന്റ് ആയിട്ട് കൊടുത്തുവെച്ചാൽ മതി. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റിയാക്ഷൻ. ഹാഫ് ലൈഫ് പീരീഡ് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഒറ്റ വാക്ക്. ഹാഫ് ലൈഫ് ഈസ് ദ ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ടു ഹാഫ് ഓഫ് ദർ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ നേരെ പകുതിയാകാൻ വേണ്ടി എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടി ഹാഫ് അഥവാ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ടു ഹാഫ് ഓഫ് ദർ ഇനിഷ്യൽ വാല്യൂ. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. വേറെ ഒരു സെന്റൻസും നമ്മളവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, അതിലെല്ലാം ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ദ ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് റിലേറ്റഡ് ടു റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ. എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡും അതുപോലെ തന്നെ റേറ്റ് കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തെങ്കിലും നമ്മളവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ആ ക്വസ്റ്റ്യനിൽ കൊടുത്താൽ പോരെ. ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. വേറെ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൻഷൻ എനി ടു ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് ഘടകം. ഒന്ന് നമുക്ക് ഡയറക്റ്റ് പറയാം, ടെമ്പറേച്ചർ. രണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. പ്രഷർ. ഇങ്ങനെ പല ഘടകങ്ങളും ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ടെമ്പറേച്ചറും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും. ഓക്കെ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഫ്രം ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ നിന്ന് നമ്മൾ ഏത് കണ്ടുപിടിക്കണം? ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. ഇങ്ങനെയുള്ള ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഡെറിവേഷൻ ഓർത്തോണം. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത ഇൻ്റഗ്രേറ്റഡ് റേറ്റിലുള്ള എക്സ്പ്രഷൻ നമ്മൾ എടുക്കുന്നു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ലോഗ് R0/R. ബുദ്ധിമുട്ടുള്ള ഒന്നുമല്ല, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. കാരണം ടി ഹാഫ് ആയിട്ട് വരുമ്പോൾ
ടി ഈസ് ഈക്വൽ ടു ടി ഹാഫ് ആയിട്ട് വരുമ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ ആർ എന്ന് പറയുന്നത് ആരുടെ പകുതി ആയിരിക്കും? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതി ആയിരിക്കത്തില്ലേ? ആ ഒരു ലോജിക്ക് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ടി ഹാഫ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഫൈനൽ കോൺസെൻട്രേഷൻ ആർ എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതി ആയിരിക്കണം. കാരണം ടി ഹാഫ് അഥവാ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂവിനേക്കാളും നേരെ പകുതിയാകാൻ വേണ്ടി എടുക്കുന്ന സമയമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. കെ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ഹാഫ് അല്ലേ കൊടുക്കേണ്ടത്? ടി ഹാഫ് ഈസ് ഈക്വൽ ടു ലോഗ് R0 ഡിവൈഡഡ് ബൈ R0/2. ഓക്കെ, R0യും കട്ടായിപ്പോയി. R0യും കട്ടായിപ്പോയി. ഇവിടെയുള്ള ഡിനോമിനേറ്ററിലുള്ള 1/2 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 2 ആയിട്ട് മാറി. ഓർ കെ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ഹാഫ് ഇൻറ്റു ലോഗ് 2 അല്ലേ? ലോഗ് 2ൻ്റെ വാല്യൂ ഏതാ? 0.3010 0.3 എന്ന് എഴുതി. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു 2.303 ഇൻറ്റു 0.3 എന്ന് പറയുന്നത് എത്രയായിരുന്നു നമ്മൾ കണ്ടത്? 0.693. അങ്ങനെയാണെങ്കിൽ കെ എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം? കെ ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ്, അല്ലെങ്കിൽ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ എന്ന് എഴുതത്തില്ലേ? ഡിറൈവ് ചെയ്തല്ലോ. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും നല്ല കോൺസെപ്റ്റിൽ നിന്നുള്ള ചോദ്യമാണ്. അതായത് നമ്മുടെ മോളിക്കുലാരിറ്റിയും ഓർഡറുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ എന്ന വാക്കിന് തന്നെ അർത്ഥം നമുക്കറിയാം. റിയാക്ഷൻ ഹൂസ് ആക്ച്വൽ ഓർഡർ ഈസ് ഡിഫറൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് ഓർഡർ. അതായത് ഫാൾസ് ഓർഡർ ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓർഡർ കാണിക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദി ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ വാട്ടറിലാണ് തന്നിരിക്കുന്ന റിയാക്ഷൻ നടക്കുന്നത്, അതായത് അക്വസ് മീഡിയത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ഹൈഡ്രോളിസിസ് ആണ് റിയാക്ഷൻ. ഹൈഡ്രോളിസിസ് എല്ലാം എലമെന്ററി റിയാക്ഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ തന്നിരിക്കുന്നതും എലമെന്ററി റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അതായത് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനാണ്. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് റേറ്റിൽ എഴുതാമല്ലോ. R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഈഥൈൽ അസിറ്റേറ്റ്. ഈഥൈൽ അസിറ്റേറ്റ് വിത്ത് പവർ 1 ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നു. R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഈഥൈൽ അസിറ്റേറ്റ്. സിംഗിൾ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റേറ്റിൽ എഴുതാം. എക്സും വൈയും ആർക്ക് ഈക്വൽ ആയിരിക്കും? സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റിന് ഈക്വൽ ആണ്. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O വിത്ത് പവർ 1. ഓക്കെ, ഇങ്ങനെയാണല്ലോ എഴുതേണ്ടത്. പക്ഷേ ഈ റിയാക്ഷൻ നടക്കുന്നത് ഏത് മീഡിയത്തിലാണ്? അക്വസ് മീഡിയത്തിലാണ്. റിയാക്ഷൻ അക്വസ് മീഡിയത്തിലാണ് നടക്കുന്നതെങ്കിൽ വാട്ടറിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ വാട്ടർ എപ്പോഴും അവിടെ എന്തായിരിക്കും? എക്സസ് ആയിരിക്കും. റേറ്റ് ഓഫ് എ റിയാക്ഷൻ നെവർ ഡിപ്പെൻഡ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് പ്രസൻറ്റ് ഇൻ എക്സസ്. എക്സസ് ആയിട്ടുള്ള റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ ആര് ഡിപ്പെൻഡ് ചെയ്യത്തില്ല? റേറ്റ് ഡിപ്പെൻഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റേറ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല? വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ ഓർഡർ എത്രയായിരിക്കും വരുന്നത്? ഓർഡർ ഈസ് ഈക്വൽ ടു 1. പക്ഷേ മോളിക്കുലാരിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി എന്തായിരിക്കണം? ആ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ആ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്റ്റൻ്റ് മോളിക്കുളുകളുടെ എണ്ണം അതിന് മാറ്റമില്ല, അതത്ര തന്നെയാണ്, 2 തന്നെയാണ്. അപ്പോൾ ഓർഡർ 1 ആണെങ്കിലും മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി ഈ റിയാക്ഷൻ്റെ ഓർഡർ പ്രതീക്ഷിച്ചത് 2. കാരണം 2 റിയാക്റ്റൻ്റ് ഉള്ളത് കൊണ്ട് സിംഗിൾ സ്റ്റെപ്പുമാണ്. തീർച്ചയായിട്ടും ഓർഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കണം. പക്ഷേ കാണാൻ സാധിച്ചത് എത്രയാണ്? 1. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓർഡർ കാണിക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഐഡന്റിഫൈ ദ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി 2 നമ്മൾ കണ്ടുപിടിച്ച്. ഓർഡർ 1 ആണ്, പക്ഷേ മോളിക്കുലാരിറ്റി എത്രയാണ്? 2 ആണ്. ഗീവ് ദ റേറ്റിലോ എക്സ്പ്രഷൻ. റേറ്റിലോ എക്സ്പ്രഷൻ എത്ര വരും? R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഈഥൈൽ അസിറ്റേറ്റ് C2H5 വിത്ത് പവർ 1. ഓക്കെ,
വാട്ട് ഹാപ്പൻ ടു ദ റേറ്റ് ഓഫ് ദി എബോവ് റിയാക്ഷൻ വെൻ കോൺസെൻട്രേഷൻ ഓഫ് ഈഥൈൽ അസിറ്റേറ്റ് ഈസ് ഡബിൾഡ്? അത് നിങ്ങൾ ഈ റേറ്റിലോ തന്നെ നോക്കിക്കോ. ഈഥൈൽ അസിറ്റേറ്റിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഈഥൈൽ അസിറ്റേറ്റ് വിത്ത് പവർ 1. അപ്പൊ ഇവൻ ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റും എന്ത് ചെയ്യും? ഡബിൾ ആകും. ദാറ്റ് ഈസ് റേറ്റ് ഓൾസോ ഡബിൾ. റേറ്റ് ഓൾസോ ഡബിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എനിക്ക് പോകാമല്ലോ. റൈറ്റ് അരീനസ് ഇക്വേഷൻ. അരീനസ് ഇക്വേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അരീനസ് ഇക്വേഷൻ കുഴപ്പമില്ല, അത് ഒന്നാമത്തെ പോയിന്റ് ആണല്ലോ. ഡയറക്റ്റായിട്ട് അരീനസ് ഇക്വേഷൻ എഴുതാമല്ലോ, നമ്മൾ നേരത്തെ എഴുതിയതാണ്. K ഈസ് ഈക്വൽ ടു A ഇൻറ്റു ഇ റൈസ് ടു മൈനസ് EA/RT ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ലോഗരിതമിക് ഫോമിലുള്ളത് നമുക്ക് എഴുതാം. The rate of a reaction double when the temperature is increased by 298 Kelvin to 308 Kelvin. Calculate the activation energy. The rate of a reaction double when temperature increases from 298 Kelvin to 308 Kelvin. ടെമ്പറേച്ചറിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റിന്റെ വേരിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. റേറ്റ് ഡബിൾ ആയെന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് എന്തായി? ഡബിളായി. ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? രണ്ട് ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ട് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? log K2 ഡിവൈഡഡ് ബൈ K1 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303 R ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2 ആണല്ലോ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോണേ, നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ? T1 ടെമ്പറേച്ചർ ഞാൻ ചെറുതെടുക്കുന്നു, 298 കെൽവിൻ എടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് കോൺസ്റ്റന്റ് ഞാൻ X കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹയർ ടെമ്പറേച്ചർ T2 ഈസ് ഈക്വൽ ടു 308 കെൽവിന്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് കോൺസ്റ്റന്റ് K2 എനിക്ക് എന്തായിട്ട് എടുക്കാം? 2x ആയിട്ട് എടുക്കത്തില്ലേ? കാരണം ടെമ്പറേച്ചർ 298 കെൽവിനിൽ നിന്ന് 308 കെൽവിനിലേക്ക് വരുമ്പോഴത്തേക്കും റേറ്റ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡബിൾ ആകുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. log 2x ഡിവൈഡഡ് ബൈ x ഈസ് ഈക്വൽ ടു EA കണ്ടുപിടിക്കണം. 2.303 R, അതായത് 8.314. പക്ഷെ മനസ്സിലോർത്തോണം, യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. 8.314 കൊടുത്തിട്ടുണ്ടോ? ഏതിലാണ് വരുന്നത്? ജൂളിലാണ് വരുന്നത്. ഇൻറ്റു T2 മൈനസ് T1. 308 മൈനസ് 298 എന്ന് പറയുന്നത് 10 ആണെന്നറിയാം. ഡിവൈഡഡ് ബൈ 298 ഇൻറ്റു 308. ഇത് സോൾവ് ചെയ്യത്തില്ലേ? എക്സും വെട്ടിപ്പോയി. log 2ൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു 0.3010 ആണ്. 0.3 ആയിട്ട് എടുത്താലും മതി. EA എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.3 ഇൻറ്റു 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 298 ഇൻറ്റു 308 ഡിവൈഡഡ് ബൈ 10 അല്ലേ വരുന്നത്. ഇത് സോൾവ് ചെയ്യാമല്ലോ. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 52.8 കിലോ ജൂളാണ്. ആദ്യം കിട്ടുന്ന ജൂളിലാണ്. ആ ജൂളിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ജൂളിൽ കിട്ടാനുള്ള കാരണം അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആറിൻ്റെ വാല്യൂ 8.314 എടുത്തിട്ടുണ്ടോ? ഏത് യൂണിറ്റിലേ കിട്ടത്തുള്ളൂ? ജൂളിലേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇത് ആ സെയിം ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഗീവ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ ഒരു പേജിലേക്കാണ് ഞാൻ എഴുതുന്നത്. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. മോളിക്കുലാരിറ്റി. ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്താ? തിയററ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്. തിയററ്റിക്കൽ കോൺസെപ്റ്റാണ്.
അടുത്തത് ഓർഡർ ക്യാൻ ബി സീറോ ഓർ ഫ്രാക്ഷൻ. സീറോയും ആകാം ഫ്രാക്ഷനും ആകാം. പക്ഷെ മോളിക്കുലാരിറ്റി ഒരു കാരണവശാലും എന്ത് വരത്തില്ല, സീറോയോ നെവർ ബി സീറോ, നെവർ ബി സീറോ ഓർ ഫ്രാക്ഷൻ, രണ്ടും വരത്തില്ല. പിന്നെ അതേപോലെ നമുക്ക് ഡിഫറൻസിന് വേണ്ടി നമുക്ക് അതിന്റെ ഡെഫിനേഷൻ തന്നെ പറയാം. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾ ഇൻവോൾവിംഗ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ആരാ, സം ഓഫ് ദി പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേം എക്സ്പ്രസ്ഡ് ഇൻ റേറ്റിലോ. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. അത് നമ്മുടെ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ഓർമ്മ വരാത്ത രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ ഡിഫറൻസ് ആയിട്ട് എഴുതിയേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. For a reaction, A plus B gives us C plus D. The rate law is given as R is equal to K into A with power 3 by 2, B with power 1 by 2. Give the overall order and molecularity of a reaction. Overall order എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? Order is equal to സം ഓഫ് ദ പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേം അല്ലേ, ഈ കോൺസെൻട്രേഷൻ ടേമിന്റെ പവറിന്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുന്നത്. 3/2 പ്ലസ് 1/2 ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു 2. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, അവിടെ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ടന്റ് മോളിക്കുളുകളുടെ എണ്ണമാണ്. രണ്ടെണ്ണമല്ലേ, ഒരു എയും ഒരു ബിയും അല്ലേ, അതും രണ്ട് തന്നെ. ഡയറക്റ്റ് നമുക്കത് ആൻസറായി. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോക്കിക്കുക, നല്ലൊരു ചോദ്യമാണ്. ഗ്രാഫ് ഉപയോഗിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. Examine the graph given below. Identify the integrated rate equation and order of reaction. Integrated rate equation ഐഡന്റിഫൈ ചെയ്യണം, ഓർഡറും നമ്മൾ കണ്ടുപിടിക്കണം. ഒന്ന് നോക്കിയാലോ. ഗ്രാഫ് ഏതാ, കോൺസെൻട്രേഷൻ ഓഫ് ആർ വേഴ്സസ് ടൈം. ആർ വേഴ്സസ് ടൈം ലോഗ് വരുമ്പോഴാണ് ഏത് വരുന്നത്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ണടച്ച് പറയാം സീറോ ഓർഡറാണ്. കാരണം നമ്മുടെ സിലബസിൽ ഈ സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സീറോ ഓർഡർ ആണല്ലോ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റിലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആരാ? ഇപ്പോൾ സീറോ ഓർഡർ എന്നുള്ളത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ ഒന്നും കൂടെ അത് പറയണോ? കാരണം ലോഗ് ആർ വേഴ്സസ് ടി ഗ്രാഫാണ് ഫസ്റ്റ് ഓർഡർ. ആർ വേഴ്സസ് ടി ആണെങ്കിൽ അത് ഏതാണ്, സീറോ ഓർഡറാണ്. സീറോ ഓർഡറിലുള്ള ഇൻ്റഗ്രേറ്റഡ് റേറ്റിലോ എക്സ്പ്രഷൻ എന്താ, ആർ ഈസ് ഈക്വൽ ടു ആർ സീറോ. സോറി, നമുക്ക് കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. എൻ സി ആർ ടിയിൽ ഉള്ളത് തന്നെ നമുക്ക് എഴുതിയേക്കാം. കെ ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് കെ ഈസ് ഈക്വൽ ടു ആർ സീറോ മൈനസ് ആർ ഡിവൈഡഡ് ബൈ ടി. ആൻസർ ആയില്ലേ? നമ്മളോട് പറഞ്ഞേക്കുന്ന ഗ്രാഫ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും ഓർഡറും കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. രണ്ടുമായി. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് എന്തുകൊണ്ടാണ് സാറേ ഇത് സീറോ ഓർഡർ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റിലോ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുന്ന ഞാൻ കെ ടി ഈസ് ഈക്വൽ ടു ആർ സീറോ മൈനസ് ആർ എന്ന് എനിക്ക് റീഅറേഞ്ച് ചെയ്യാമല്ലോ ഈ ഇൻ്റഗ്രേറ്റഡ് റേറ്റിലോ എക്സ്പ്രഷനെ. ഇനി കെ ടി ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി, മൈനസ് ആറ് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. മൈനസ് ആറ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആറ് ഈസ് ഈക്വൽ ടു ആർ സീറോ മൈനസ് കെ ടി. നിങ്ങളിത് സൂക്ഷിച്ച് നോക്കിക്കേ, ഇത് ഏത് ഫോമിലുള്ള ഇക്വേഷനാണ്? സൂക്ഷിച്ച് നോക്കിക്കേടാ. വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോം അല്ലേ ഇത് വരുന്നത്? എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ ഏതെടുക്കണം, കോൺസെൻട്രേഷൻ ഓഫ് ആർ എടുക്കണം. എക്സ് ആക്സിസിൽ ഏതെടുക്കേണ്ടത്, ടൈം അല്ലേ എടുക്കേണ്ടത്? ഇതേ ഉള്ളു കാര്യം. അപ്പോൾ ഇതിലും നല്ലത് നമ്മളത് ഓർത്ത് വെക്കുന്നതാണ്. സീറോ ഓർഡർ ആണെങ്കിൽ ആർ വേഴ്സസ് ടി ആണ് നമ്മുടെ ഗ്രാഫ് വരേണ്ടത്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ലോഗ് ആർ വേഴ്സസ് ടി ആയിരിക്കണം. രണ്ടുപേരെടുത്തും സ്ട്രേറ്റ് ലൈൻ ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രൊഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, റേറ്റ് അതെ. എക്സ്പ്രസ് ദി റേറ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ്. റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ടേംസിൽ റേറ്റ് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഫോമിലുള്ള റേറ്റ് എഴുതാനാണ് ആവശ്യപ്പെട്ടേക്കുന്നത്. ഡിഫറൻഷ്യൽ ഫോമിലുള്ള റേറ്റ് ആർ എന്ന് പറയുന്നത് -1/2 ഡി ബൈ ഡി ടി ഓഫ് എൻഒ which is equal to -1 minus d by dt of O2 which is equal to product ആണ്. അപ്പോൾ പ്ലസ് 1/2 d by dt of NO2.
അപ്പോൾ ഇവിടെ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ടേംസിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നിർബന്ധമായിട്ടും അത് ഡിഫറൻഷ്യൽ ഫോമിൽ തന്നെ കൊടുത്തോണം നിങ്ങൾ. N2O5 ഡൈനൈട്രജൻ പെൻഡോക്സൈഡ് ഡികമ്പോസ്ഡ് ടു ഗീവ് 2 moles ഓഫ് നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് ഹാഫ് O2 ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ യൂണിറ്റ് ഓഫ് K. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണോ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. സീറോ ഓർഡർ ആണെങ്കിൽ യൂണിറ്റ് ഏതാ വരുന്നത്? സീറോ ഓർഡർ ആണെങ്കിൽ യൂണിറ്റ് മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. ഫസ്റ്റ് ഓർഡർ ആണെങ്കിലാണ് ഈ യൂണിറ്റ് ഏത് വരുന്നത്? സെക്കൻഡ് ഇൻവേഴ്സ് വരുന്നത്. സെക്കൻഡ് ഓർഡറിൻ്റെ കേസിൽ വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. തേർഡ് ഓർഡറിൽ വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ റേസ് ടു -2 ലിറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -1. നമുക്ക് ശരിക്കും ഇതിൽ നമുക്ക് വേണ്ടതുണ്ടല്ലോ, നമുക്ക് സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും മാത്രം മതി. ഇനി അത്യാവശ്യം സെക്കൻഡ് ഓർഡറും കൂടി ഒന്ന് ഓർത്തിരുന്നേക്കുക. തേർഡ് ഓർഡർ ചോദിക്കാറുണ്ട്, കാരണം ജനറൽ ഫോം NCERT കൊടുത്തിട്ടുള്ളത് കൊണ്ട് ചോദിക്കാറുണ്ട്. എന്നാലും ഈ സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ അതങ്ങ് ഓർത്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവിടെ ആൻസർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഏതായാലും ഏറ്റവും എളുപ്പമുള്ള എന്തേ ചോദിച്ചിട്ടുള്ളൂ? ഫസ്റ്റ് ഓർഡറെ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി നോക്കിക്കുക, അടുത്ത ചോദ്യം നോക്കിക്കുക, അവിടെ തന്നെ ഉള്ളത്. കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് 90% ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. റേറ്റ് കോൺസ്റ്റന്റ് K തന്നിട്ടുണ്ട്. കംപ്ലീഷൻ ഓഫ് 90%, T90% ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ ഒരു T99.9% കണ്ടുപിടിച്ചില്ലേ, ആ സെയിം ടൈപ്പ്. വിച്ച് ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ K ഇൻറ്റു ലോഗ് R0/R. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ Kയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.203 ഇൻറ്റു ലോഗ് R0 എന്ന് പറയുന്നത് എത്രയാണ്? 90% എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇനിഷ്യൽ വാല്യൂ എത്രയാണ്? 100. ഫൈനൽ വാല്യൂ എത്രയാണ്? 10. കാരണം 90% റിയാക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയില്ലേ, വെട്ടിപ്പോയി. ലോഗ് 10 എന്ന് പറയുന്നത് എത്രയാണ്? 1. 2.303 ഡിവൈഡഡ് ബൈ 0.230 എന്ന് പറയുന്നത് 10 അല്ലേ വരുന്നത്? ആൻസർ ഏതാ? 10 സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് വരാനുള്ള കാരണം നമുക്ക് Kയുടെ വാല്യൂ തന്നിരിക്കുന്നത് സെക്കൻഡ് ഇൻവേഴ്സിലാണ്. ഫസ്റ്റ് ഓർഡറിന് ഓൾറെഡി നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ നമ്മൾ എടുത്തത്. ശരിക്കും അതിന്റെ ആവശ്യമില്ല കേട്ടോ, ഫസ്റ്റ് ഓർഡറിന് തരേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് മനസ്സിലായോ? കാരണം നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? Kയുടെ യൂണിറ്റ് തന്നിട്ടില്ലടാ. ഐഡന്റിഫൈ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ ജനറൽ റിയാക്ഷൻ. A moles of A combines with B moles of B to give C moles of C and D moles of D. The rate expression for the reaction is given as R is equal to K into A with power X into B with power Y. Establish the significance of A plus B and X plus Y in terms of order and molecularity. അതായത് ഇതിൽ വേറൊന്നുമില്ല, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ആരെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേം. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദി പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേം ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ. എ പ്ലസ് ബി എന്ന് പറയുന്നത് ആരാ? മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ആരാ? അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എ പ്ലസ് ബി ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ഇൻവോൾവ്ഡ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഈ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂളുകളുടെ എണ്ണമാണ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് റേറ്റിലോ എക്സ്പ്രഷനിലുള്ള കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ പവറിന്റെ സമ്മ്. റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഇതേ പോയിന്റ് തന്നെ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്, മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഓർഡർ ഒരു കാരണവശാലും ഓർഡർ അല്ല, മോളിക്കുലാരിറ്റി ഒരു കാരണവശാലും സീറോയും ഫ്രാക്ഷനോ നെഗറ്റീവോ ഇൻഫിനിറ്റിയോ ഇമാജിനറിയോ അങ്ങനെയുള്ള ഒന്നും വരത്തില്ല. കാരണം അത് തിയററ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്.
ഓർഡർ ക്യാൻ ബി 0 ഓർ നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾ എന്നോട് പറയും, സാറേ ഞങ്ങൾ നെഗറ്റീവ് ഓർഡർ റിയാക്ഷൻ കേട്ടിട്ടില്ലല്ലോ. ഉണ്ട്, നെഗറ്റീവ് ഓർഡർ റിയാക്ഷനും ഉണ്ട്. 0 ഓർഡർ നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോകുന്നു കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ബി പാർട്ടാണ്. റിയാക്ഷൻസ് വിത്ത് 0 ഓർഡർ റിയാക്ഷൻ ആർ പോസിബിൾ ബട്ട് 0 മോളിക്കുലാരിറ്റി ഈസ് നോട്ട്. കാരണം മോളിക്കുലാരിറ്റി 0 വരാത്തതിന് കാരണം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്, മോളിക്കുലാരിറ്റി ഈസ് എ തിയററ്റിക്കൽ കോൺസെപ്റ്റ്. തിയററ്റിക്കൽ കോൺസെപ്റ്റ്. ഓക്കെ, റിയാക്ഷൻ വിത്ത് 0 ഓർഡർ ആർ പോസിബിൾ. അതെ, കാരണം 0 ഓർഡർ റിയാക്ഷൻ മീൻസ് only indicate 0 order reaction only indicate rate is independent of concentration of reactant. Means rate independent of concentration. ഇൻഡിപെൻഡൻ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നിങ്ങൾ ഓർത്തിരുന്ന് വെച്ചാൽ മതി. കാരണം ഏതൊരു 0 ഓർഡർ റിയാക്ഷൻ എടുക്കുകയാണെങ്കിലും R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ വിത്ത് പവർ 0 അല്ലേ, അഥവാ R ഈസ് ഈക്വൽ ടു K അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് 0 ഓർഡർ റിയാക്ഷൻ. പക്ഷെ മോളിക്കുലാരിറ്റിക്ക് ഒരിക്കലും എന്ത് വരാൻ പറ്റത്തില്ല, 0 വരാൻ പറ്റത്തില്ല. കാരണം ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ കോൺസെപ്റ്റ് ഓർ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റിയാക്റ്റന്റ് മോളിക്യൂൾ ഇൻവോൾവ്ഡ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. അപ്പോൾ മോളിക്കുലാരിറ്റി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്റ്റന്റ് മോളിക്യൂളുകളുടെ എണ്ണം എത്രയായി പോകും, 0 ആയി പോയില്ലേ. ഒരു റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്റ്റന്റ് മോളിക്യൂളുകളുടെ എണ്ണം 0 ആയി. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം അവിടെ? അങ്ങനെ ഒരു റിയാക്ഷൻ അവിടെ പോസിബിൾ ആവുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മോളിക്കുലാരിറ്റി ഒരിക്കലും 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കിക്കേ. The conversion of a molecule A to B follow a second order kinetics. റെയർ ആയിട്ടാണ് സെക്കൻഡ് ഓർഡർ ചോദിക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കൺവേർഷൻ ഓഫ് മോളിക്യൂൾ A to B follow a second order kinetics. Write the rate equation for second order reaction. A to B ആണ്, അപ്പം A gives B അല്ലേ വരുന്നത്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് റേറ്റിലോ എങ്ങനെ എഴുതാം? R is equal to K into concentration of A with power 2 എന്നല്ലേ നമ്മൾ കൊടുക്കേണ്ടത്, സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട്. If concentration of A is increased to 4 times, how will it affect the formation of B? B എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. A 4 times കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A 4 times കൂട്ടുമ്പോഴുള്ള റേറ്റ് ഞാൻ R' ആയിട്ട് എടുക്കുന്നു. R' is equal to K into 4A with power 2 എന്ന് എനിക്ക് എടുക്കാമല്ലോ, 4 times കൂട്ടി. ഓർ R' ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടുന്ന് 4 പുറത്തേക്ക് എടുത്തു. 4 പുറത്തേക്ക് എടുക്കുമ്പോൾ 4 സ്ക്വയർ ആണല്ലോ, K ഇൻറ്റു A വിത്ത് പവർ 2. K ഇൻറ്റു A വിത്ത് പവർ 2 എന്ന് പറയുന്ന ആരാ? ആറാ എന്ന് പറഞ്ഞാൽ R' ഈസ് ഈക്വൽ ടു 16R അല്ലേ. ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത്? എയുടെ കോൺസെൻട്രേഷൻ 4 times കൂട്ടിയിട്ടുണ്ടെങ്കിൽ റേറ്റ് ഇൻക്രീസ്ഡ് ബൈ 16 times. നെക്സ്റ്റ്, ഇൻഡിക്കേറ്റ് ദി ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് സ്യൂക്രോസിന്റെ ആസിഡ് ഹൈഡ്രോളിസിസ് ആണ് തന്നിരിക്കുന്നത്. അത് ആക്ച്വലി ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അവിടെ തന്നിട്ടില്ല. പക്ഷേ അത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. സ്യൂക്രോസ് ഇൻ പ്രസൻസ് ഓഫ് H+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ അത്? ഹൈഡ്രോളിസിസ് ഓഫ് സ്യൂക്രോസ് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്. അപ്പോൾ ആ റിയാക്ഷൻ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതി നോക്കിക്കേ. C12H22 O11 പ്ലസ് H2O ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്. ഹൈഡ്രോളിസിസ് ആണ്, എലമെന്ററി റിയാക്ഷൻ ആണ്, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് എന്നുള്ളത് നമ്മൾ ബയോ മോളിക്യൂൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ്, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് അക്വസ് മീഡിയത്തിലാണല്ലോ റിയാക്ഷൻ നടക്കുന്നത്. അക്വസ് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്.
അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. റേറ്റ് ലോ എനിക്ക് എങ്ങനെ എഴുതാം? എലമെൻ്ററി റിയാക്ഷൻ ആയതുകൊണ്ട് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C12 H22 O11 വിത്ത് പവർ 1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ വിത്ത് പവർ 1 എന്നല്ല നോർമലി നമ്മൾ എഴുതുന്നത്. പക്ഷേ അക്വസ് മീഡിയത്തിൽ നടക്കുന്നത് കൊണ്ട് റിയാക്ഷൻ എന്താണ്? റിയാക്ഷന് പ്രത്യേകത എന്താണ്? നെവർ ഡിപ്പെൻഡ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. വൈ? ബിക്കോസ് വാട്ടർ ഈസ് ഇൻ എക്സസ്. എക്സസ് ആയിട്ടുള്ള ആളെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓർഡർ എന്തായി? ഓർഡർ ഈസ് ഈക്വൽ ടു 1. പക്ഷേ മോളിക്കുലാരിറ്റി എത്രയാണ് വരുന്നത്? 2. കാരണം മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനിൽ അല്ലെങ്കിൽ ആ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞ ആ എലമെന്ററി റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ടന്റ് മോളിക്കുളുകളുടെ എണ്ണം അത് 1+1 എത്രയാണ്? 2. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പം നമ്മുടെ ചാപ്റ്ററിലുള്ള എല്ലാ പാർട്ടും വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്, എല്ലാ ഭാഗവും വന്നിട്ടുണ്ട്. കാരണം നമുക്ക് അരീനസ് ഇക്വേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റിലെ എക്സ്പ്രഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷന്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്, T12 ഈ 2 പോയിന്റുകളിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെയുള്ളൊരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മോളിക്കുലാരിറ്റിയും സ്യൂഡോ ഓർഡർ റിയാക്ഷനും ഓർഡർ ഓഫ് റിയാക്ഷനും. അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെയുള്ളത് നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെയുള്ള ഡിഫറൻഷ്യൽ ഫോമിലുള്ള റേറ്റ്, നമ്മളൊരു ചോദ്യം അതിൽ ഒരു റിയാക്ഷൻ തന്നിട്ട് എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഫോമിലുള്ള റേറ്റ് എഴുതുന്നത് നോക്കിയായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. റെയർ ആണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് ഉള്ളതെങ്കിലും പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളിൽ ഒന്നായിരിക്കും കെമിക്കൽ കൈനറ്റിക്സ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പം നല്ലൊരു വരുന്ന എക്സാമുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.